മക്കളെ ഗാൽവനോമീറ്ററിന് അമ്മീറ്റർ ആക്കുന്ന ക്വസ്റ്റ്യൻ ആയാലും അടുത്ത് ക്വസ്റ്റ്യൻ മുകളിൽ കിടപ്പുണ്ട്, നന്നായിട്ട് വായിച്ചു നോക്കുക. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു ഗാൽവനോമീറ്ററിന് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, G = 12 Ω ആണ്. അതേപോലെ തന്നെ ഗാൽവനോമീറ്ററിലൂടെ പോകുന്ന മാക്സിമം കറണ്ട് തന്നിട്ടുണ്ട് 2.5 ആംപിയർ ആണ്, മില്ലി ആംപിയർ ആണ്. അപ്പോൾ IG = 2.5 മില്ലി ആംപിയറിനെ ആംപിയർ ആക്കാൻ വേണ്ടി 10⁻³ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിതിനെ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് 7.5 ആംപിയർ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മീറ്ററാണ് മാറ്റുന്നത്. അപ്പോൾ അമ്മീറ്ററിലൂടെ പോകുന്ന കറണ്ട് I തന്നിട്ടുണ്ട്, I = 7.5 ആംപിയർ ആണ്. നമുക്ക് എന്താ മാറ്റേണ്ടത്? ഇതിനെ അമ്മീറ്ററായി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഷണ്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ? ഷണ്ട് റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കറിയാം S = ഇക്വേഷൻ നമുക്കളെ IG × G / I - IG ആണ്. അപ്പോൾ ഷണ്ട് റെസിസ്റ്റൻസ് നമുക്ക് കിട്ടുന്നതാണ്. IG വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 2.5 × 10⁻³ ആണ്. G വാല്യൂ 12 ആണ്. ഡിവൈഡഡ് ബൈ I എന്ന് പറയുന്നത് 7.5 ആണ്, മൈനസ് 2.5 × 10⁻³ മക്കളെ എന്താണ് ആൻസർ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ ഇടുക. നമുക്ക് നോക്കാം 6 ആൻസറാണ് ശരിയെന്ന്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.